Okay, today our topic is Castigliano's first and second theorem. Okay, first topic is first theorem of Castigliano. So the expression for the elastic strain energy is U is equal to half into A11 F1 square plus A22 F2 square up to ANN Fn square plus A12 F1 F2 plus A13 F1 F3 up to n times. Okay. സോ ഈ ഒരു ഇക്വേഷൻ സ്ട്രെയിൻ എനർജിയുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച റെസിപ്രോക്കൽ റിലേഷനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തായിരുന്നു. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി. ഇവിടെയുള്ള ഓരോ ടേംസും F1 F2 എക്സെട്ര അപ് ടു Fn, ഓരോ ടേംസ് എന്ന് പറഞ്ഞാൽ ഓരോ ജനറലൈസ്ഡ് ഫോഴ്സ് ആണ്. ആ ഫോഴ്സസ് കോൺസെൻട്രേറ്റഡ് ലോഡ് പി എന്ന് പറഞ്ഞ കോൺസെൻട്രേറ്റഡ് ലോഡ് ആവാം, അല്ലെങ്കിൽ മൊമെന്റ് കാരണമുള്ള ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ ടോർക്ക് കാരണമുള്ള ഫോഴ്സ് ആവാം, ഏതൊരു ഫോഴ്സും ആവാം. അതായത് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻസ് ആവാം. സോ ഫോഴ്സസ് എല്ലാം അങ്ങനെ വരുന്ന കേസുകളാണ്. സോ അടുത്ത A1 A11 A12 A13 എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ്, കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റിന് കാരണമാകുന്ന ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. അതാണ് ഈ എക്സ്പ്രഷനിലുള്ള ഓരോ ടേംസും. യു എന്ന് പറഞ്ഞ സ്ട്രെയിൻ എനർജി. സോ ഫസ്റ്റ് തിയറം ഓഫ് കാസ്റ്റിഗ്ലിയാനോ പറയുന്നത് ദ റേറ്റ് അറ്റ് വിച്ച് യു ഇൻക്രീസസ് വിത്ത് F1, അതായത് F1 എന്ന് പറഞ്ഞ ഫോഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജിയും കൂടുകയാണ്. അതാണ് റേറ്റ് അറ്റ് വിച്ച് യു ഇൻക്രീസസ് വിത്ത് F1 ഈസ് ഗിവൺ ബൈ ഡോ യു ബൈ ഡോ F1. അതായത് F1 കൂടുന്നതനുസരിച്ച് F1ന്റെ വേരിയേഷൻ അനുസരിച്ച് സ്ട്രെയിൻ എനർജി കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ, അതാണ് റേറ്റ് അറ്റ് വിച്ച് യു ഇൻക്രീസസ് വിത്ത് F1, ഡോ യു ബൈ ഡോ F1. സോ ഇവിടെ യു കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഡോ യു ബൈ ഡോ F1, അതായത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു F1 കണ്ടുപിടിക്കണം ഈ ഇക്വേഷനിൽ. സോ ഡോ യു ബൈ ഡോ F1 ഈക്വൽ ടു ഹാഫും A11 കോൺസ്റ്റന്റ് ആണ്, ഹാഫ് ഇൻറ്റു A11 ഇൻറ്റു F1 സ്ക്വയർ. F1 സ്ക്വയറിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ 2F1 പ്ലസ് ഹാഫ് ഇൻറ്റു A22 F2 സ്ക്വയർ. അതെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആ ഒരു ടേം വരത്തില്ല. പ്ലസ് അടുത്ത A12 F2 കോൺസ്റ്റന്റ് ആണ്, A12 F2 കോൺസ്റ്റന്റ് ആണ്. F1ന്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു F1 തന്നെയാണ്, അന്നേരം 1. ഓക്കെ, ദെൻ അടുത്ത ടേം A13 F3 എക്സെട്ര അപ് ടു n ഫോഴ്സ് വരെ പോകും. ഇതാണ് ജനറൽ ഡോ യു ബൈ ഡോ F1. സോ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവും, ദാറ്റ് ഈസ് A11 F1 അല്ലെങ്കിൽ ഇവിടെ A12 F2 അല്ലെങ്കിൽ A13 F3 എന്ന് പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് A11 എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഓർ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് അറ്റ് പോയിന്റ് 1. ഓക്കെ, A12 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് അറ്റ് F2. അന്നേരം ഈ 3 ഇക്വേഷനും അല്ലെങ്കിൽ ഈ എഴുതുന്ന n ഇക്വേഷൻസും കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്ന് പറയുന്ന പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ അതിനെ നമുക്ക് ജനറൽ ആയിട്ട് ഡോ യു ബൈ ഡോ F1 ഈക്വൽ ടു Δ1 എന്ന് എഴുതാം. Δ1 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1, F1 F2 F3 അപ് ടു Fn ഫോഴ്സസ് കാരണം Δ1 പോയിന്റ് 1ൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു F1, അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ പോയിന്റിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. Δ1 സ്റ്റാൻഡ്സ് ഫോർ ദി ജനറലൈസ്ഡ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1. ഓക്കെ, ഇതാണ് കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം പറയുന്നത്. ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. സോ എക്സാക്ട്ലി നമ്മൾ ഡോ യു ബൈ ഡോ F1 എന്ന് പറയുന്നത് Δ1 എന്ന് എഴുതിയ പോലെ സിമിലർലി നമുക്ക് ഇങ്ങനെ ജനറൽ ആയിട്ട് എഴുതാം, ഡോ യു ബൈ ഡോ F2 ആകുമ്പോൾ Δ2 ആവും. സിമിലർലി ഡോ യു ബൈ ഡോ F3 ആകുമ്പോൾ Δ3 ആവും. ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാം. സോ വേർഡ്സിൽ പറയുകയാണെങ്കിൽ കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് പാർഷ്യൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് സ്ട്രെയിൻ എനർജി ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു Fr gives the displacement corresponding with Fr. സോ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡോ യു, ദാറ്റ് ഈസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് ദി സ്ട്രെയിൻ എനർജി ആണ്. വിത്ത് റെസ്പെക്ട് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു Fr. ജനറൽ ആയിട്ട് പറയാൻ Fr, എനി ഫോഴ്സും ആവാം. വിത്ത് റെസ്പെക്ട് ടു Fr gives the corresponding displacement with Fr. ഓക്കെ, അതാണ് കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം പറയുന്നത്.
സോ ഈ തിയറം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ലീനിയർ ഇലാസ്റ്റിക് ബോഡീസിന്റെ കേസാണ്. ലീനിയർ ഇലാസ്റ്റിക് ബോഡീസ് മീൻസ് ബോഡീസ് ദാറ്റ് ആർ സാറ്റിസ്ഫൈങ് ഹൂക്സ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീനിയർ ഇലാസ്റ്റിക് ബോഡീസിന്റെ കേസിലെ ഈ കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. കാരണം ഹൂക്സ് ലോ നമ്മൾ മോഡ്യൂൾ 5 ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഹൂക്സ് ലോ എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡിഫ്ലക്ഷൻ. ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. സോ അങ്ങനെയുള്ള ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ബോഡീസിന്റെ കേസിലെ കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ സെക്കൻഡ് തിയറം ഓഫ് കാസ്റ്റിഗ്ലിയാനോസ്. So let a framework consisting of m number of members and j number of joints. ഒരു ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എ നമ്പർ ഓഫ് ബോഡീസ് കണക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് കുറെ ബോഡീസ് ഇന്റർ കണക്റ്റഡ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കും. സച്ച് ദാറ്റ് അതിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഈസ് ഏബിൾ ടു സപ്പോർട്ട്സ് ദ ലോഡ് സേഫ്ലി. ലോഡ്സ് സേഫ് ആയിട്ട്, അതായത് ഫെയിലിയർ ഉണ്ടാവാതെ ലോഡ് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാം, എഫക്റ്റീവായിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന അങ്ങനെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ആ ഫ്രെയിം വർക്കിനകത്ത് എം നമ്പർ ഓഫ് മെമ്പേഴ്സും ഉണ്ട്, ജെ നമ്പർ ഓഫ് ജോയിൻസും ഉണ്ടെങ്കിൽ കണ്ടീഷൻ ഫോർ എ റിഡൻഡന്റ് ഫ്രെയിം. റിഡൻഡന്റ് മീൻസ് എന്ന് പറഞ്ഞാൽ അധികമായിട്ടുള്ള, റിഡൻഡന്റ്. പെർഫെക്റ്റ് ഫ്രെയിം ഉണ്ട്, റിഡൻഡന്റ് ഫ്രെയിം ഉണ്ട്, ദെൻ ഡെഫിഷ്യന്റ് ഫ്രെയിം ഉണ്ട്. ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് കുറവായിട്ടുള്ള. ഇവിടുത്തെ കേസിൽ റിഡൻഡന്റ് മീൻസ് അധികമായിട്ടുള്ള ഫ്രെയിം, അതായത് മെമ്പേഴ്സ് അധികമായിട്ടുണ്ട്. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്, മെമ്പേഴ്സ് അധികമായിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കണ്ടീഷൻ ഫോർ എ റിഡൻഡന്റ് ഫ്രെയിം ഈസ് എം ഗ്രേറ്റർ ദാൻ 3j - 6. എം എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മെമ്പേഴ്സ്, ജെ നമ്പർ ഓഫ് ജോയിൻസ്. ഓക്കെ, സോ ഇത് 3 ഡയമെൻഷണൽ കേസിലാണ് ഈ പറയുന്നത്. അതാണ് 3j എന്ന് പറയുന്നത്. ഒരു പ്ലെയിൻ കേസ് ആവുമ്പം എം ഗ്രേറ്റർ ദാൻ 2j - 3. 2 വന്നത് 2 ഡയമെൻഷണൽ അല്ലെങ്കിൽ പ്ലെയിൻ കേസിന്റെ കണ്ടീഷനാണ്. റിഡൻഡന്റ് ഫ്രെയിം ആവാനുള്ള കണ്ടീഷനാണ് എം ഗ്രേറ്റർ ദാൻ 2j - 3. ഓക്കെ, ഇത് ഈ കാണിച്ചിരിക്കുന്ന പെർഫെക്റ്റ് ഫ്രെയിം ആണ്. ഓക്കെ, 3 ടൈപ്പ് ഫ്രെയിം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പെർഫെക്റ്റ് ഫ്രെയിം ഉണ്ട്, ഡെഫിഷ്യന്റ് ഫ്രെയിം ഉണ്ട്, റിഡൻഡന്റ് ഫ്രെയിം ഉണ്ട്. പെർഫെക്റ്റ് ഫ്രെയിമിന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു 2j - 3 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഒരു ട്രയാങ്കുലർ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ മെമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ജോയിൻസ് എത്ര ഉണ്ട്? 3 ഉണ്ട്. സോ 2 × 3 - 3, സോ 3 കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിട്ട് വരും. സോ ഇതൊരു പെർഫെക്റ്റ് ഫ്രെയിം ആണ്. ബട്ട് നമ്മൾ ഇവിടുത്തെ സെക്കൻഡ് തിയറം ഓഫ് കാസ്റ്റിഗ്ലിയാനോ പറയുന്ന റിഡൻഡന്റ് ഫ്രെയിം ആണ്. അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് അധികമായിട്ടുണ്ട്. അതുകൊണ്ടാണ് എം ഗ്രേറ്റർ ദാൻ 3j - 6. അതിന്റെ കേസാണ് പറയുന്നത്. സോ കാസ്റ്റിഗ്ലിയാനോ സെക്കൻഡ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് the forces developed in a redundant framework is such that the total elastic energy is minimum. അതായത് ഒരു റിഡൻഡന്റ് ഫ്രെയിമിൽ ഫോഴ്സസ് എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ ഒരു ടോട്ടൽ സ്ട്രക്ചറിന്റെ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി മിനിമം ആവുന്ന രീതിയിലാണ് ആ ഫോഴ്സസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് കാസ്റ്റിഗ്ലിയാനോ സെക്കൻഡ് തിയറം പറയുന്നത്. സോ ഇഫ് F1 F2 up to FR, അതായത് റിഡൻഡന്റ് മെമ്പേഴ്സ്, അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുതലുണ്ട്, ദാറ്റ് ഈസ് അങ്ങനെയുള്ള മെമ്പേഴ്സ് ഫോഴ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുന്നില്ല. അങ്ങനെയുള്ള റിഡൻഡന്റ് മെമ്പേഴ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് F1 F2 എക്സെട്ര അപ് ടു FR ആണെങ്കിൽ U ഈസ് ദി ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി. ടോട്ടൽ ആ ഒരു ഫ്രെയിം വർക്കിന്റെ ഇലാസ്റ്റിക് എനർജി U ആണെങ്കിൽ ഈ കണ്ടീഷൻ പറയുന്നത് ഡോ U ബൈ ഡോ F1 ഈക്വൽ ടു 0, ഓർ ഡോ U ബൈ ഡോ F2 ഈസ് ഈക്വൽ ടു 0, or up to dou u by dou fr equal to 0. ഓക്കെ, ഒരു ഡിഫറൻസിയേഷന്റെ വാല്യൂ 0 വന്ന അതിനർത്ഥം എന്താണ്? ഈ ഒരു യുവിന്റെ വാല്യൂ ഒന്നെങ്കിൽ മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. അതാണ് കണ്ടീഷൻ. സോ ഇവിടുത്തെ കേസിൽ ടോട്ടൽ ഇലാസ്റ്റിക് എനർജി മിനിമം ആവുമെന്നാണ് പറഞ്ഞത്. സോ യു എപ്പോഴും മിനിമം ആയിരിക്കും. അതാണ് കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം. ഈ ഒരു തിയറത്തെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് വർക്ക് എന്നും പറയും. കാരണം ഈ റിഡൻഡന്റ് മെമ്പേഴ്സ് കുറച്ച് വർക്കേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി മിനിമം ആയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ കണ്ടീഷൻ. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ as Castigliano's second theorem is also known as principle of least work. Okay, so our next topic is determination of deflection. ഒരു ബീമിന്റെ അല്ലെങ്കിൽ ഏതൊരു സ്ട്രക്ചറൽ മെമ്പറിന്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ സെഷനിൽ പഠിച്ച കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ടോപ്പിക്, ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ.
Okay, in the case of a beam subjected to ബെൻഡിങ് കാരണം ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് ഉണ്ടാവും ബീമിനകത്ത്. ഓക്കെ, ആ ഒരു ബീമിന് സബ്ജക്റ്റഡ് ടു ബെൻഡിങ്ങിന്റെ കേസിൽ നമ്മൾ സ്ട്രെയിൻ എനർജിയുടെ ഒരു പോർഷൻ സെഷൻ പഠിച്ചായിരുന്നു. സ്ട്രെയിൻ എനർജി ഓരോ കേസും പഠിച്ചു. ആ കേസിൽ സ്ട്രെയിൻ എനർജി ഇൻ എ ബീം ഡ്യൂ ടു ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ ഇതാണ് പഠിച്ചത്. U is equal to integral 0 to L m square by 2 EI into dx. ഓക്കെ, ഇതായിരുന്നു ഇക്വേഷൻ. നേരം കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ച് ഒരു പോയിന്റിൽ xi എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ xi എന്ന് പറയുന്ന പോയിന്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ PI എന്ന് പറയുന്ന പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുന്ന PI എന്ന് പറയുന്ന പോയിന്റ്, ആ PI എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷൻ xi കണ്ടുപിടിക്കണമെങ്കിൽ കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്ത് xi is equal to dou u by dou p എന്ന് പറയും. Okay, that is deflection ആണ് xi, that is dou u by dou p. ഈ dou u by dou p നമുക്ക് എങ്ങനെ എഴുതാം? dou u by dou m into dou m by dou p. ഇതാണ് ഡിഫറൻസിയേഷൻ ബൈ ചെയിൻ റൂൾ. ഡിഫറൻസിയേഷൻ ബൈ ചെയിൻ റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് u എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഇവിടെ കാണാൻ m വരും. ഓക്കെ, ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ വരുമ്പോഴാണ് ഡിഫറൻസിയേഷൻ ബൈ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ആ ഡിഫറൻസിയേഷൻ ബൈ ചെയിൻ റൂൾ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഡോ യു ബൈ ഡോ പി എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ പി. സോ ഫസ്റ്റ് എന്തിനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യണം? യു, ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു എം, എമ്മിന് വിത്ത് റെസ്പെക്ട് ടു ആയിട്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ എം സ്ക്വയർ എന്താവും? എം വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എം സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ 2m ബൈ ബാക്കിയുള്ള 2EI ഇൻറ്റു അടുത്തത് ഡോ എം ബൈ ഡോ പി. ഇവിടുത്തെ dx നമ്മൾ ഔട്ട് സൈഡിൽ എഴുതുക. ഓക്കെ, സോ അവസാനം ഫൈനലി നമുക്ക് എന്തെഴുതാം? ഇന്റഗ്രൽ 0 to L, ഈ 2ഉം ക്യാൻസൽ ആവും, m ബൈ EI ഇൻറ്റു ഡോ എം ബൈ ഡോ പി ഇൻറ്റു dx. ഓക്കെ, അന്നേരം ഇത് എം എന്ന് പറയുന്നത് എപ്പോഴും മൊമെന്റം എന്ന് പറഞ്ഞ പി എന്ന് പറഞ്ഞ ലോഡിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. സോ നമുക്ക് പി വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്യാം. സോ ഇങ്ങനെ ഡിഫ്ലക്ഷൻ PA എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ കാസ്റ്റിഗ്ലിയാനോസ് തിയറം അല്ലെങ്കിൽ കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡ് കൊണ്ടുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള അപ്രോച്ചാണ് ഈ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇന്റഗ്രൽ 0 to L m by EI ഇൻറ്റു ഡോ എം ബൈ ഡോ പി ഇൻറ്റു dx. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് ഇന്ന് നമ്മൾ പഠിച്ചത് കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റും സെക്കൻഡ് തിയറവും അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചു. കാസ്റ്റിഗ്ലിയാനോസ് അപ്രോച്ച് വെച്ചൊരു പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ പോയിന്റ് ലോഡ് എന്ന് പകരം ബെൻഡിങ് മൊമെന്റ് ആവാം, ടോർക്ക് ആവാം. ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത് ബൈ മീൻസ് ഓഫ് കാസ്റ്റിഗ്ലിയാനോസ് അപ്രോച്ചും പറഞ്ഞു. ഇനി ഈ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.